പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോഴായി എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ. വീട്ടമ്മമാർക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നൈറ്റി തുണീൻ്റെ ഒരു ബിസിനസ്സാണ്. വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കട്ടോ. ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ കുറഞ്ഞൊരു 10 പീസ് നൈറ്റിയൊക്കെ ഇറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. ഫസ്റ്റ് തന്നെ ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു 2000 രൂപക്കുള്ളിൽ, 1500-2000 രൂപക്കുള്ളിൽ നമുക്ക് തുണികൾ ഇറക്കാം കേട്ടോ. പിന്നെ അല്ലാതെ നല്ലോണം പൈസ ഇറക്കിയിട്ട് നമ്മൾ നല്ല തുണി വാങ്ങി കൊടുന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെക്കുമ്പോഴേക്ക് അത് ചിലപ്പോൾ നമുക്ക് അത്ര പെട്ടെന്നായിട്ട് തുണികളൊന്നും പോകണമെന്നില്ല. പിന്നെ നമ്മൾ തന്നെ എല്ലാ തുണികളും പുതിയതായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ തുണികൾ സ്റ്റിച്ച് ചെയ്തിട്ട് പുതിയ നൈറ്റി നമ്മൾ തന്നെ ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, കുറഞ്ഞ മുതൽ മുടക്കാക്കിയിട്ട് നമ്മൾ ഒരു 10 തുണിയൊക്കെ ഫസ്റ്റ് ഇറക്കുക. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോൾസെയിലായിട്ട് തന്നെ തുണി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ റീറ്റെയിലായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മുതലാകില്ല. അല്ലാതെ ഹോൾസെയിൽ വാങ്ങിയാൽ തന്നെ നല്ല ലാഭമൊന്നുമില്ല, കുറഞ്ഞ ലാഭങ്ങളുള്ളൂ. പിന്നെ ഇതിന്ന് ലാഭമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചാർജും കൂടെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിയുന്നത് നമ്മൾ നേരിട്ട് പോയിട്ട് തന്നെ കടയിൽ നിന്ന് തുണികൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഓൺലൈനായിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടേക്കാം കേട്ടോ. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അവർ നമ്മളെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടാവും നമുക്ക് തുണികളൊക്കെ കാണിച്ചു തരല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന കളറോ അവർ കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ നല്ല കളറൊക്കെ ആവും, നല്ല തുണികളൊക്കെ ആണെന്നൊക്കെ അവർ പറയും, നമുക്കും തോന്നും കാണുമ്പം. പക്ഷെ നമ്മളെ കയ്യിൽ സാധനം എത്തിപ്പെടുമ്പോഴാവും എന്താവുക, ചിലപ്പോൾ നമ്മളതിൽ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാവും. പിന്നെ നമ്മളത് തിരിച്ചയക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഭയങ്കര അതിൻ്റെ വൈത്തല്ല അങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ നമുക്കതൊരു പണിയായിട്ട് മാറും. അപ്പോൾ ഏറ്റവും നല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഷോപ്പിൽ പോയിട്ട്, ഹോൾസെയിൽ ഷോപ്പ് നമ്മളെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്തുള്ള ടൗണിലോ എവിടെയെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ പോയിട്ട് നേരിട്ട് തന്നെ തുണികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, സീസണിൻ്റെ ടൈമിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയാൽ കുറേ സക്സസ് ആവട്ടോ. കാരണം ഇപ്പോഴൊക്കെ അതിന് പറ്റിയ നല്ലൊരു ടൈമാണ്. ഓണത്തിൻ്റെ ഒരു തിരക്കാണല്ലോ അല്ലേ. ഇപ്പോൾ നൈറ്റിയൊക്കെ എല്ലാവരും എടുക്കുന്നതാണ്. ആരും നൈറ്റി എടുക്കാതെ നിൽക്കൂല ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സമയം നോക്കിയിട്ടും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തുണികളൊക്കെ സെയിലാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു 10 തുണിയൊക്കെ ഇറക്കി നോക്കുക. എന്നിട്ട് അത് സെയിലായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, തുണികൾ ഇറക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തുണികളും നമ്മൾ തന്നെ തയ്ച്ചിട്ടിടേണ്ടി വരും. പിന്നെ നാലാമതായിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം തന്നെ നമ്മൾ 10 തുണി ഇറക്കുക എന്ന് പറഞ്ഞല്ലോ, ആ തുണി തന്നെ നമ്മൾ കൊണ്ടുവന്ന് നമ്മളവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരും നമ്മളെ അടുത്തേക്ക് വരുന്നവരൊക്കെ നമുക്ക് ഏത് തുണിയാണ് നമുക്ക് സെയിലാവണമെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലയിടത്ത് നല്ല നൈറ്റി ആവും സെയിലാവുക, ചിലയിടത്ത് നൈറ്റി തുണിയാവും സെയിലാവുക. അപ്പോൾ എനിക്ക് സെയിലാവുക ഇവിടെ കൂടുതലായിട്ട് നൈറ്റി തുണിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നൈറ്റി തുണി തന്നെ കൊണ്ടുവരുന്നത്. നൈറ്റി അങ്ങനെ അങ്ങോട്ട് സെയിലാവില്ല എനിക്ക്. കാരണം നൈറ്റി തുണിയാകുമ്പോൾ ടോപ്പ് അങ്ങനെ എല്ലാതും ഫ്രോക്ക് നൈറ്റി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സെയിലാവും. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ വാങ്ങണം കേട്ടോ. അതാണ് നമ്മൾ പിന്നെ നാലാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്, ഞാൻ എന്താണ് സ്റ്റിച്ചിങ്ങിൽ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാതും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തായി പോവും. അപ്പോൾ ഒന്നൊന്നും പിന്നെ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് ഫുള്ള്. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യണതും പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിയാൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരെ ഓക്കെ, ബായ്.